അലൈന, നമ്മുടെ മേൽ സംഭവിക്കുന്നത്, നമ്മളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് അള്ളാഹുവിന്റെ ഖളാ ആണ്. നമ്മിൽ നിന്ന് സംഭവിക്കുന്നത് നമ്മുടെ കർമ്മമാണ്. നുഹാസബു അലൈ, നാം അതിന് വിചാരണ ചെയ്യപ്പെടും. അള്ളാഹുവിന്റെ ഖളാ ജീവിതത്തിൽ ഒരുപാട് നമുക്ക് വരും. ജീവിതം സ്വർഗം എന്ന് വിചാരിച്ചുകൂടാ. ഈ ലോകത്ത് അള്ളാഹു എന്തൊക്കെ നൽകുന്നുണ്ടോ, നമുക്ക് ഇഷ്ടമുള്ളതുണ്ട്, അതിൽ നമ്മൾ ഇഷ്ടപ്പെടാത്തതുണ്ട്, സങ്കടപ്പെടുന്നതുണ്ട്, സന്തോഷം നൽകുന്നതുണ്ട്. കുഞ്ഞുങ്ങൾ ജനിക്കുന്നു, സന്തോഷമാണ്. ഇപ്പുറത്ത് മരിക്കുന്നു, സങ്കടമാണ്. എത്രയോ ആളുകൾ ഉന്നതിയിലേക്ക്, ഒരുപാട് ആളുകൾ തകർച്ചയിലേക്ക്, ഒരുപാട് ആളുകൾ ആരോഗ്യത്തോടെ ജീവിക്കുന്നു. കുറെ ആളുകൾക്ക് ഭയാനകമായ രോഗങ്ങൾ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കുന്നു. അള്ളാഹുവിന്റെ ഖളാഉകളാണ്, നമ്മൾക്കാർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്തത്. അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖിയാമത്ത് നാളിൽ ഒരു വിഭാഗത്തെ സംബന്ധിച്ച് പരിചയപ്പെടുത്തി. ജനങ്ങളെല്ലാം വിചാരണയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുമ്പോ, അള്ളാഹുവിന്റെ വിചാരണയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുമ്പോ അല്ലാഹു തആല ഒരു വിഭാഗം ആളുകളോട് പറയും, ഉദ്ഖുലുൽ ജന്നത ബിലാ ഹിസാബ്, യാതൊരു വിചാരണയുമില്ലാതെ നിങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നോളൂ എന്ന് അല്ലാഹു തആല അവരോട് പറയുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ആ ജനങ്ങൾ ചോദിക്കും, യാ റബ്ബന വയാ മൗലാന, ഞങ്ങളുടെ ഉടമസ്ഥനായവനെ, അല്ലാഹുവേ, ഞങ്ങളുടെ രക്ഷിതാവേ, ഹാസബ്തന്നാസ വതറക്തനാ, ജനങ്ങളെ മുഴുവൻ നീ വിചാരണ ചെയ്യുകയും ഞങ്ങളെ ഒഴിവാക്കി തരികയും ചെയ്തുവല്ലോ. എന്താണ് ഇതിന്റെ കാരണം? ഹാസബ്തനാ, റബ്ബേ നീ വിചാരണ ചെയ്യുന്നു. ഹാസബ്തന്നാസ, ജനങ്ങളെ ഓരോരുത്തരെയും കണിശമായി ഓരോന്നും ചോദിച്ച് നീ വിചാരണ ചെയ്യുകയും വതറക്തന, ഞങ്ങളോട് പോകാൻ പറയുകയും ചെയ്യുന്നു. എന്താണ് ഇതിന്റെ വിഷയം? എന്താണ് ഇതിന്റെ കാര്യം? ഖദ് ഹാസബ്തുകും ഫിദ്ദുനിയാ, ദുനിയയിൽ നിങ്ങളെ ഞാൻ വിചാരണ ചെയ്തിരുന്നു. നിങ്ങളെ ഞാൻ ദുനിയാവിൽ വിചാരണ ചെയ്തിരുന്നു. നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ വന്നു. കുടുംബങ്ങളിൽ നിരന്തരമായ സ്വാഭാവികമെന്ന് തോന്നുന്ന മരണങ്ങൾ, അപകടങ്ങൾ, പ്രയാസങ്ങൾ ഒരുപാട് സഹിച്ചില്ലേ? നിങ്ങളത് സഹിച്ചത് ഞാൻ കണ്ടതാണ്, അറിഞ്ഞതാണ്. വഇസ്സതി വജലാലി ലാ അജ്മഉ അലൈക്കും മുസീബതൈൻ, രണ്ട് പ്രയാസങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഒരുമിച്ച് കൂട്ടിത്തരികയില്ല. ഈ ലോകത്ത് ദുനിയാവിൽ പ്രയാസവും പരലോകത്ത് പ്രയാസം, ഇത് രണ്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾക്കിവിടെ വിചാരണയില്ല. ഉദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് പൊയ്ക്കോളൂ എന്ന് അള്ളാഹു അവരോട് പറയുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകത്ത് പരീക്ഷണം അനുഭവിച്ച ആളുകളോട് നിങ്ങൾക്കിനി ഇവിടെ വിചാരണയില്ല, പൊയ്ക്കോളൂ, നേരെ പൊയ്ക്കോളൂ, ഡയറക്റ്റ് സ്വർഗമതാ നിങ്ങളെ കാത്തിരിക്കുന്നു. വഫുത്തിഹത് അബ്വാബുഹ, സ്വർഗം നിങ്ങളെ കാത്തിരിക്കുകയാണ്, പൊയ്ക്കോളൂ എന്ന് അല്ലാഹു തആല അവരോട് പറയാൻ. ആ നേരത്തെ മഹ്ശറായിലുള്ള മുഴുവൻ ആളുകളും ചിന്തിച്ചു പോകും, അല്ലൗ ഖുരിദൂ ബിൽ മഖാരീദ് ലിയനാലു മാ നാല ഹൗലാഇ മിനൻ നഈം, അല്ലാഹുവേ, ഞങ്ങളുടെ ശരീരങ്ങൾ, ഞങ്ങളുടെ ശരീരഭാഗങ്ങൾ നിനക്ക് വേണ്ടി അല്ലാഹുവേ ഭൂമി ലോകത്ത് കത്തി കൊണ്ട് മുറിക്കപ്പെടുകയോ കത്രിക കൊണ്ട് കട്ട് ചെയ്യപ്പെടുകയോ ചെയ്ത് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരീക്ഷണങ്ങൾ വന്നിരുന്നുവെങ്കിൽ, അനുഭവിച്ച പ്രയാസങ്ങൾക്ക് ഇത്രമേൽ സൗഭാഗ്യം നീ പരലോകത്ത് നൽകുമെങ്കിൽ അല്ലാഹുവേ, ഞങ്ങൾക്ക് പരീക്ഷണം നൽകിക്കൂടായിരുന്നോ? നീ എന്തിനാ ഞങ്ങൾക്ക് സുഖം മാത്രം തന്നത്?